വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്. അടുത്ത നമ്മൾ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക് കൊണ്ടാണ് വന്നേക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന് ഗുണമാണോ ഉണ്ടായത്, ദോഷമാണോ ഉണ്ടായത്? മൂന്ന് പേരെ വിളിച്ച് ഓരോന്ന് നിർത്തി. ചെറിയ പേര് അറിയും. ഇവിടെയാണെങ്കിൽ ഗുണം, ഇവിടെയാണെങ്കിൽ ദോഷം. കൊടുക്കാം. എഗ്രി ഡിസഗ്രി. ഇത് ദോഷം, ഇത് ഗുണം. ഇത് ഗുണം, ഇത് ദോഷം. ഇത് ഗുണം. റെഡിന്റെ അടുത്തേക്ക് വന്ന ദോഷം. ഇത് ഗുണമാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് പരിപൂർണമായിട്ടും ഗുണമാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചു. ഇനി ബ്രിട്ടീഷുകാർ വന്നുകൊണ്ട് ഇന്ത്യക്ക് പരിപൂർണമായിട്ട് ഗുണമാണ് ഉണ്ടായതാണോ? പരിപൂർണം നീ ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലായി. പക്ഷെ കുറച്ച് പറഞ്ഞോ. വീട്ടുകാരെ അത് കുഴപ്പമൊന്നുമില്ല. നീ ഞാൻ പ്രിന്റ് എടുത്താണ് ഒട്ടിക്കുന്നതെന്ന് ഒരു അവഖ്യാതി ഇറക്കിയിട്ട് എനിക്ക് എത്ര റിപ്ലൈ എന്നറിയോ വന്നേ. പുല്ല് അവരെയൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി വേണ്ടി വന്ന് എന്നെ കഷ്ടപ്പെട്ടാന്നറിയോ. ഗുണമാണോ ദോഷമാണോ നീ പറ? ബ്രിട്ടീഷുകാർ ആ ദോഷമായിരിക്കണം. ഇത് ഗുണമായിരിക്കുന്നത്. പരിപൂർണമായിട്ടും ഗുണം. പരിപൂർണ്ണ ഗുണം. കാരണം മറ്റേ കാര്യത്തെ പറ്റി സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പരിപൂർണ്ണ ദോഷം. നീ പറ. ആദ്യം ദോഷം കേൾക്കട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ രണ്ടിനും ഇടയ്ക്കുള്ള ഒരു താല്പര്യം. രണ്ടിനും ഇടയ്ക്ക് വരുന്നതാണ്. പക്ഷെ എനിക്ക് കൂടുതലും ഗുണമുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അല്ല ഇപ്പൊ നിനക്ക് പറയാൻ പറ്റുമോ പരിപൂർണ്ണ ഗുണമാണ്? ഓക്കെ. അപ്പൊ എനിക്ക് ഈ പരിപൂർണ്ണത്തിന് തൊട്ട് പുറക്കാൻ പറ്റും. അതാ പറഞ്ഞേ ഒട്ടും ദോഷമാണെന്നുള്ളൊരു പോയിന്റാണ് എനിക്ക് പറയാം. എന്തുകൊണ്ട് പറ. നിങ്ങളൊരു പോയിന്റ് അതിന്റെ കൗണ്ടറായിട്ട് എന്തെങ്കിലും നോക്കാം. ഓക്കെ. ബ്രിട്ടീഷുകാർ വന്നില്ലായിരുന്നെങ്കിൽ ഈ കാണുന്ന ഇന്ത്യക്കാരെല്ലാരും ഈ ഒരു 50 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു ഡെവലപ്മെന്റിൽ നിന്ന് കയറി വരുന്ന ഒരു സ്കെയിൽ ഉണ്ടല്ലോ, അത് ഇങ്ങനെ കയറി വന്നേ. ഇപ്പൊ നമ്മൾ കേൾക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ. അത് അവര് കൊണ്ടുവന്ന കുറെ ടെക്നോളജികളും കാര്യങ്ങളൊക്കെ, നിയമങ്ങള് കാര്യങ്ങള്, റൂൾസ്, സംഭവങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം അവർ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് മൊത്തത്തിൽ അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ ടെക്നോളജി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി, നമുക്ക് റിസോഴ്സസ് കുറച്ചുകൂടെ കൂടി, ഇമ്പോർട്ട് ചെയ്യാൻ എക്സ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടുതലും കുറച്ചുകൂടെ വെളിവും ബോധവും ബുദ്ധിയും അതിന്റെ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തുടങ്ങിയത് അതിനൊക്കെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ഇന്ത്യ പൊക്കോണ്ടിരിക്കുന്നതും ഈ ബ്രിട്ടീഷുകാർ ഇംപ്ലിമെന്റ് ചെയ്ത കുറെ കാര്യങ്ങളാണല്ലോ. ഇന്ത്യ ഡേ ബൈ ഡേ അത് ഡെയിലി ലൈഫിൽ അങ്ങനെയാണല്ലോ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ പോലീസുകാരുടെ ഇതിൽ ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ കാറ്റഗറി, അങ്ങനത്തെ പോലീസിൽ കാറ്റഗറി വന്നത് പോലും ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതിന്റെ ഒരു സെറ്റപ്പില് ബാക്കി പടുതെടുത്താന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ പോലീസുകാരിലായിരുന്നു ചട്ടമിതാടായനെ. പിന്നീട് ഉത്തരം പറ. നിങ്ങള് ടെക്നോളജി സംഭവങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന ഏത് സംഭവം നിങ്ങളായ ഫോക്കസ് ചെയ്യണേ? നിയമങ്ങള് അത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവര് കൊണ്ടുവന്നിട്ടുള്ള കുറെ മെഷീനറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കുറെ മെഷീനറികളാണ്. ഇപ്പൊ അതിൽ നിന്ന് അഡ്വാൻസ് ചെയ്ത് പുതിയ ടെക്നോളജിയും കൂടെ ഇംപ്ലിമെന്റ് ചെയ്താണ് ഇപ്പൊ കുറെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇന്നത്തെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്താണെന്നറിയോ? ഇപ്പം മൊത്തത്തില് 194 രാജ്യങ്ങളാണ് മൊത്തമുള്ളത്. പഠിച്ചിട്ടാ കുറച്ച് വിവരമുണ്ടെന്ന് 10 അറിയിട്ടാ. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ലാട്ടോ. പ്രിപ്പയർ ചെയ്യാൻ നിനക്കത് അറിയത്തില്ലല്ലോ. മൊത്തത്തിൽ 194. ലേറ്റസ്റ്റ് കണക്ക് നോക്കി അങ്ങനെയായിരുന്നു. ഇപ്പം മാറിയൊന്നും എനിക്കറിയാൻ പാടില്ല. പെട്ടെന്ന് രാജ്യം ഉണ്ടാവുള്ളൂ. നിനക്ക് നീ ടൈംസ് നിങ്ങളുടെ ഏതാ പത്രം വായിക്കണം പറയും? ഹിന്ദു ടൈംസ് ന്യൂ റോമൻ അതൊരു ഫോണ്ടല്ലേ? ശരിയാണല്ലോ, ഹിന്ദുന്റെ ഫോണ്ടല്ലേ ഞാൻ ടോപ്പിക്കിൽ. അതായത് നിലവിൽ അത്രയും രാജ്യങ്ങളുണ്ട്. ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ 1947 ശേഷം ഒരു മിക്കവാറും ഒരു 300 ലോകരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ സൈലൻസ് നമ്മൾ കട്ട് ചെയ്യുന്നതായിരിക്കും. അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിങ്ങനെ സ്കെയിൽ ചെയ്ത് എല്ലാവരും വഴിയും പറഞ്ഞു എനിക്ക് പണിയെടുക്കാനും പറ്റത്തില്ല. അത് ഞാൻ വീഡിയോ നമ്മൾ ഇതുപോലത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടോ? ഇവിടെ നീ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് കാണിച്ചു കൊടുക്കാം.
എനിക്ക് കൃത്യമായിട്ട് ചെറിയൊരു ഡൗട്ട് ഉണ്ടോ? എന്തുകൊണ്ടെന്ന് മനസ്സിലായോ? ബ്രിട്ടീഷുകാരോട് വന്നില്ലായിരുന്നെങ്കിൽ രാജ്യത്തിന്റെ എണ്ണം കൂടിയേനെന്നാണ് നീ പറഞ്ഞത്. അതെ. എന്നാ പറ. കാരണം ബ്രിട്ടീഷുകാര് ഇവിടെ വന്നോണ്ടാണ് ഇത്രയും നാട്ടുരാജ്യങ്ങൾ കൂടി ചേർന്ന് ഇന്ത്യ എന്നൊരു മൈൻഡ് സെറ്റ്, അങ്ങനത്തെ ഒരു 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 ഇതുപോലും ആൾക്കാരുടെ ഇടയിലേക്ക്, ഒരു ഐക്യം പോലും ആൾക്കാരുടെ ഇടയിലേക്ക് ഉണ്ടായത്. ബ്രിട്ടീഷുകാർ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ കേരളം പോലും 3 രാജ്യങ്ങളാണ്. സംസ്ഥാനമാണ് നീ ഉദ്ദേശിക്കുന്നത്? രാജ്യം, മലബാർ രാജ്യം, കൊച്ചി രാജ്യം, തിരുവിതാംകൂർ രാജ്യം. രാജഭരണ സെറ്റപ്പ്. എടാ കാരണം വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പല രാജ്യങ്ങളുടെയും വലിപ്പം കേരളത്തിന്റെ അത്രയും വലിപ്പമുള്ള രാജ്യങ്ങളും നമ്മുടെ ഇടുക്കി ജില്ലയുടെ വലിപ്പത്തിലും കുറവുള്ള രാജ്യങ്ങൾ വരെയുണ്ട്. അപ്പം അവരവിടെ അത്രയും പേര്, അല്ലെങ്കിൽ ആ രാജാക്കന്മാരുടെ, ഇപ്പം നമ്മുടെ നേപ്പാൾ എന്തുകൊണ്ടാണ് ഒരു രാജ്യമായിട്ടിരിക്കുന്നത്? കാരണം നേപ്പാൾ ഒരു രാജാവിന്റെ അധീനതയിലായിരുന്നു. അവരാദ്യം ഇന്ത്യയിലേക്ക് ചേരുന്നുണ്ടെന്ന് ചോദിച്ചു, രാജാവ് വരുന്നു പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് അവരൊരു രാജ്യമായിട്ട് മാറിയത്. അപ്പൊ അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യം ഇവിടെ ഫോം ചെയ്തിട്ടില്ലായിരുന്നു. ഇത് ഓർമ്മത്തേക്കാണല്ലേ? എന്നിട്ട് അപ്പൊ രാജ്യങ്ങളെ ഫോം ചെയ്യത്തില്ലായിരുന്നു ഒരു പോയിന്റ്. ഇനി അടുത്തത് മെയിൻ പോയിന്റ് ആയില്ലേ? അല്ല, ഇനി അതിനെപ്പറ്റി നിനക്ക് എന്താ പറയാനുള്ളത്? എടാ രാജ്യങ്ങള് ഇപ്പൊ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ രാജ്യങ്ങൾ ഫോം ചെയ്തില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻച്വലി എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ആ രാജ്യത്തിന്റെ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തും. ബിക്കോസ് ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വന്ന് നമ്മളെ ലൂട്ട് ചെയ്യുന്നതിന് മുന്നേ പലവരും നമ്മളെ വന്ന് കോളനൈസ് ചെയ്ത് ലൂട്ട് ചെയ്തിട്ടുണ്ട്. 43 ട്രില്യൺ ഡോളറിന്റെ സ്വത്തുക്കളാണ് ഇപ്പൊ നിലവിലത്തെ ഒരു കണക്ക് പ്രകാരം. 43 ട്രില്യൺ. ഒരു ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ബില്യൺ. അത്രയും ആണ് ഇവിടുന്ന് ലൂട്ട് ചെയ്തുകൊണ്ട് പോയത്. ഒരു ബില്യൺ എന്ന് പറയുമ്പോഴത്തേന് അത് 100 കോടിയൊന്നും കൂടെ ഓർക്കണം. അപ്പൊ അത്രയും ലൂട്ട് ചെയ്തുകൊണ്ട് പോയപ്പോ അതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അത്ര റിസോഴ്സസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് വൺ ഓഫ് ദ റിച്ചസ്റ്റ് കൺട്രീസ് ആയിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു റിസോഴ്സ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ നിലവില് ഇപ്പൊ ഈ പറയുന്ന ഒരു ലെവലിലേക്ക് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നാവാൻ ഇന്ത്യക്ക് സാധിച്ചു കഴിഞ്ഞാൽ, ഈ റിസോഴ്സസ് ഒക്കെ പ്രോപ്പർലി ലൂട്ട് ചെയ്യാതെ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകും. ബിക്കോസ് നമ്മുടെ മനുഷ്യന്മാർ ഇവോൾവ് ചെയ്ത് വന്നതോടുകൂടി നമ്മുടെ ഉള്ളിലെ ആ ഒരു സാവേജ്നെസ് പയ്യെ പയ്യെ കുറഞ്ഞാണല്ലോ വന്നത്. എല്ലാവരും ഒന്നുകൂടി കുറച്ചുകൂടെ ഒന്ന് ഒതുങ്ങി. എന്നാ ഒതുക്കത്തിൽ എല്ലാവരും ഭ്രാന്തന്മാരാണെങ്കിലും എന്നാലും മൊത്തത്തിലൊന്ന് ഒതുങ്ങിയാണല്ലോ വന്നത്. ആൾക്കാർ പണ്ടത്തെ പോലെ പറയുകയാണെങ്കിൽ പള്ളി അർപ്പിച്ചൂടെ ശാന്തന്മാരായിരിക്കും. കുറച്ച് റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ആൾക്കാരും കൂടെ തമ്മിൽ തന്നെ ചാവാണ്ടൊക്കെ ഇരിക്കണേ. ശരിയാണ്. അതെ. അപ്പോ എടാ ആ ഒരു കോൺസെപ്റ്റിലേക്ക് ലോകം എത്തുമ്പോൾ അതിന്റെ കൂടെ ഇന്ത്യ വരും. ബിക്കോസ് കാര്യങ്ങളെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് പോകണമെങ്കിൽ ആൾക്കാർ തമ്മിലുള്ള ഡിവിഷൻസ് കുറച്ചും കൂടെ കുറയണമെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഈ ഒരു സ്റ്റേജിലേക്ക് എത്തും ഇവൻച്വലി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബ്രിട്ടീഷുകാർ വന്നുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ഒരു ഒരുമ ഉണ്ടായി. കാരണം ഒരു സ്ട്രഗിൾ വന്നിട്ടാണ് ആൾക്കാർ ഒരുമിച്ച് നിൽക്കുന്നത്. രാജ്യം മൊത്തം ചാവാൻ നിൽക്കുമ്പോൾ ഒരുമിക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്ക് ഇതിന് മുമ്പുള്ള പ്രോപ്പർ ഇന്ത്യ എങ്ങനെയായിരുന്നു എന്നതിനുള്ള ഹിസ്റ്ററി നമ്മളിപ്പോഴും ആ ഒരു പ്രോപ്പർ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് അറിയില്ല. ബ്രിട്ടീഷുകാർ ഇവിടെ ബാക്കി വെച്ചിട്ട് പോയ ഹിസ്റ്ററി മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളൂ. നമ്മുടെ നാടിന്റെ ഹിസ്റ്ററി എന്താണെങ്കിലും ഇപ്പൊ നശിച്ചിരിക്കുക. ചിലപ്പോൾ ഇതിനെ കഴിഞ്ഞ് ബെറ്റർ ആയിട്ടുള്ള ഒരു നാടായിരുന്നു നമ്മുടെയെങ്കിലും. ഇപ്പൊ കാസ്റ്റ് സിസ്റ്റം നമ്മുടെ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു സംഭവമാണ് ഇത്. ആൾക്കാരുടെ ജോലി എന്തായിരുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു കാസ്റ്റ് ഡിവിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അങ്ങനെ ഇല്ലായിരുന്നു, ബാക്കി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്നും നമ്മൾ ഈ പഠിക്കുന്ന കഥകളിലൊക്കെ ഇതുണ്ട്. ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് ഈ കാസ്റ്റ് സിസ്റ്റം. 1, 2, 3 കാരണം നമ്മൾ തമ്മിൽ തെളിയിപ്പിക്കും. അപ്പൊ നീ പറഞ്ഞ പോയിന്റ് എനിക്ക് മനസ്സിലായി. അവർ വന്നില്ലായിരുന്നു ഒരു 300 രാജ്യം ഉണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ 300 രാജ്യം ഇനിഷ്യലി ഉണ്ടായാലും പക്ഷെ പയ്യെ പയ്യെ അത് മാറി ഇന്ത്യ എന്നൊരു സെറ്റപ്പിലേക്ക് ആകാൻ ആൾക്കാർ ശ്രമിക്കും. പയ്യെ മാറി വരും, അത് ശരിയാണ്. പക്ഷെ അത് കുറച്ചുകൂടെ സ്പീഡ്. ഇപ്പൊ ഇവൻ പറഞ്ഞ പോലെ യൂട്ടിലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ട് ഈ റിസോഴ്സസ് എല്ലാം ഇത്ര നാൾ ഇത്രയും കൊണ്ട് നടന്നു, റിസോഴ്സസ് എല്ലാം ഉണ്ടായിരുന്നു, അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് ഇവർക്ക് അറിയില്ലായിരുന്നു. അത് 40 ട്രില്യൺ സ്വത്തുണ്ട്, പക്ഷെ അത് അനങ്ങാണ്ടിരിക്കുമല്ലായിരുന്നു അത്ര നാളും. 400 ട്രില്യൺ ഈ കണക്കിലേക്ക് ആൾക്കാർ വരുമ്പോഴത്തേനും ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈസ എല്ലാം രാജാക്കന്മാർ അടിച്ചെടുത്തുകൊണ്ട് പോയത് അവർക്ക് സാധാരണക്കാരെ കഴിയുന്നില്ല. എല്ലാം രാജാക്കന്മാരായിരുന്നു. രാജാക്കന്മാരവിടെ തിന്ന് മതിച്ച് കൊഴുത്തും എഴുത്തും പിഴച്ച് കിടന്നവന്മാരാ. രാജാക്കന്മാര് മോശമായിരുന്നുള്ള ഐഡിയ എന്തുകൊണ്ട് അല്ലാതായെന്ന് നിനക്ക് തോന്നുന്നേ? എടാ ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളിപ്പോ കാണുന്ന ഒരു സംഭവമായിരുന്നില്ല. ഉള്ളതിൽ വെച്ചിട്ട് ജസ്റ്റിഫൈഡ് ആയിട്ട്
വളരെ അക്സെപ്റ്റിംഗ് ആയിട്ട് നമ്മുടെ നാടിന്റെ ഒരു ജനറൽ കൾച്ചർ അതാണല്ലോ, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുക, എല്ലാവരും ടോളറേറ്റ് ചെയ്യുക. പക്ഷേ ഇങ്ങോട്ട് ചെറിയാവുന്നത് നമ്മുടെ ഒരു മാന്തന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു ഇവിടെ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ രാജാക്കന്മാരാണേലും ഫെയർ ആയിട്ടുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു, കൊള്ളരുതാത്തവന്മാരും ഉണ്ടായിരുന്നു. യൂഷ്വലി എല്ലായിടത്തും അങ്ങനെയാണ്, നല്ല ആൾക്കാരുണ്ട് ചീത്ത ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടില് നല്ല ആൾക്കാരായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ചീത്ത എന്ന് പറഞ്ഞൊരു മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കാണുന്ന പടങ്ങളും ബാക്കി ഹിസ്റ്ററി ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഏത് സിനിമയിലായാലും ഒരു പെടതലിലെ ഒരു രാജാവാണ്. നീ അതൊക്കെ വെച്ചിട്ടല്ലേ പറഞ്ഞേ? അതോ പ്രോപ്പറായിട്ട് ഇവിടെ ആ ഒരു ഇമേജ് ആണല്ലോ നമ്മുടെ കയ്യിലുള്ളൂ. ഇപ്പൊ നമ്മളാണെങ്കിലും നമ്മൾ ഈ കാണുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും സംഭവങ്ങളിൽ നിന്നും പെർസീവ് ചെയ്ത റിയാലിറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളൂ. ശരിക്കും എന്താണെന്ന് നമുക്കറിയില്ല. നല്ല രാജാക്കന്മാരുണ്ടായിരുന്നു. ഇന്ത്യ ഒരു സ്ഥലം ഇങ്ങനെ ഫ്ലറിഷ് ചെയ്യണം, അവിടുത്തെ കൾച്ചർ ഇങ്ങനെയൊക്കെ ആയി വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു നല്ലതില്ലാതെ ഒരു നന്മയില്ലാതെ ഇത്ര ഒരു സെറ്റപ്പിലേക്ക് വരില്ല. ഇത്രയും ഡിവിഷൻസ് ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിലേക്ക് ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ എത്ര പല പല റിലീജിയസ് സംഭവങ്ങളും കൾച്ചറിലും ഉള്ള ആൾക്കാർ ഇന്നും ഇവിടെ വരുമ്പം പണ്ട് വന്നപ്പോ നമ്മളെല്ലാവരും കൈ നീട്ടി സ്വീകരിച്ചിട്ടേ ഉള്ളൂ ഇവിടെ നിന്ന്. പക്ഷെ നമുക്കിട്ട് പണിയരുത്, പണിത് കഴിഞ്ഞാൽ ചിലപ്പോൾ വിഷയം ഉണ്ടാവും. ഈവൻ പണിതവരെ വരെ നമ്മൾ ക്ഷമിച്ച് ഇവിടെ കൂടെ കൂട്ടിയിട്ടുണ്ട്, പണി തന്നിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇന്റർനാഷണൽ റിലേഷൻ നോക്കുവാണെങ്കിലും ഇന്ത്യ ആയിട്ട് വലിയ എതിർപ്പ് ആർക്കും ഇല്ലാത്ത. നമ്മളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ ഇസ്രായേലിൽ നിന്ന് ആൾക്കാർ വന്നപ്പോഴാണെങ്കിലും നമ്മളാരും നീ ഹിന്ദു അല്ലേ, നീ ക്രിസ്ത്യാനി ആണല്ലേ, കടക്ക് വെളിയിൽ നമ്മൾ പറഞ്ഞില്ല. എല്ലാവർക്കും ഇവിടെ നമ്മള് സൗകര്യങ്ങൾ കൊടുത്തു. അപ്പൊ നമ്മുടെ ലാൻഡിന് ആ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഇവിടെ കുറച്ചധികം നല്ല ആൾക്കാർ ഉണ്ടായിട്ടാണ് ആ ഒരു കൾച്ചറിലേക്ക് വന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബ്രിട്ടീഷ് പീപ്പിളാണ് ഏട്ടാ അവന്മാര് വന്ന് എനിക്ക് ആകെ ഉണ്ടായ ഉപകാരം എന്ന് പറയാം. അവന്മാര് പണ്ട് പണിതിട്ട് പോയ റോഡുകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നശിക്കാതെ കിടക്കുന്നുണ്ട്. ഇവഞ്ച്വലി പറയുവാണെങ്കിൽ എനിക്ക് ഒരു 80% ഒരു 90% നമ്മുടെ നാട്ടിന് നഷ്ടം തന്നെയാണ് സംഭവിച്ചത്. ഈ ആൾക്കാർ തമ്മിൽ തല്ലിക്കലും. എടാ പോട്ടെ, അമേരിക്കനെ യൂറോപ്യൻസ് കോളനൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവന്മാരിവിടെ വന്നില്ല എന്ന് വെക്കും. എടാ വന്നില്ല എങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇന്ത്യ ഇവഞ്ച്വലി ഈ ഒരു സംഭവങ്ങളിലേക്കൊക്കെ എത്തിയ ഒരു വലിയ സെറ്റപ്പിൽ വരും. ബ്രിട്ടീഷുകാർ വന്നുകൊണ്ട് ചിലപ്പോൾ ഗുണങ്ങൾ ഉണ്ടായിക്കാണ്. പക്ഷെ മൊത്തത്തിൽ പറയുവാണെങ്കിൽ നമ്മുടെ നാടിനെ, നമ്മുടെ സിസ്റ്റത്തിനെ, നമ്മുടെ നാട്ടുകാരെയും വെട്ടിത്തിരിച്ച് ഒരു ഇന്ത്യ പാകിസ്ഥാൻ ഉണ്ടാക്കിയിട്ട് പോയി അവന്മാര്. അവന്മാര് നമ്മുടെ ശത്രുക്കളായിട്ടാണ് കാണുന്നത്. നമ്മളെന്താ ചെയ്തതിന് ഒരു റിലീജിയസ് അടിസ്ഥാനത്തില് ആൾക്കാർ തമ്മിൽ തല്ലി തീരണം, ഒരു ഡിവിഷൻ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ അവർ ഉണ്ടാക്കി വെച്ചിട്ട് പോയാണ് പാകിസ്ഥാനും ഇന്ത്യയും കൂടെ. നമ്മുടെ നാട്ടിൽ ഇന്നും മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നില്ലേ, നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ല് ഉണ്ടാവാറുണ്ട്. എന്നാലും വെളിവുള്ളവന്മാരൊക്കെ ഈ ജാതിയുടെ മതത്തിന്റെ പേരിലടി ഉണ്ടാക്കാൻ പോകാറില്ല. അപ്പൊ അവന്മാരുണ്ടാക്കി ഇന്ത്യ ഉണ്ടാക്കി, ഒരു പാകിസ്ഥാൻ ഉണ്ടാക്കി. വീണ്ടും നീ പറഞ്ഞാല് 300 രാജ്യം ആയി പല വഴിക്ക് കിടന്നേനെ. കാരണം അങ്ങനെ കിടക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പൊ അങ്ങനെ 300 രാജ്യമായിട്ടുള്ള പ്രശ്നം കിടക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേനും ഡെവലപ്മെന്റ് കുറഞ്ഞു വരും. ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോസ്റ്റൽ ഏരിയകൾ, അതായത് നമ്മുടെ കടൽ തീരത്തിന് അടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇച്ചിരി റിച്ച്നെസ് കൂടുതലാണ്. പക്ഷെ ഉള്ളിലേക്ക്, അത് കടലില്ലാത്ത സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേനും അവിടെ ഡെവലപ്മെന്റ് കുറവാണ്. കാരണം അതുകൊണ്ടാണ് പറഞ്ഞത് നോർത്തിലേക്ക് ചെല്ലുമ്പോൾ ഡെവലപ്മെന്റ് കുറവാണ്, സൗത്തിലേക്ക് ഡെവലപ്മെന്റ് കൂടുതലാണ്. കാരണം കടലടുത്ത് കിടക്കുമ്പോഴത്തേനും വ്യാപാരവും അതുപോലെ തന്നെ നമ്മുടെ കടലിനടുത്തേക്ക് വരുമ്പോഴത്തേനും എന്താണ് ഈ മഴകളും അതുപോലെ തന്നെ പുഴകളും ഒക്കെ കൂടുതലാണ്. അപ്പോൾ അവിടെ കുറച്ചുകൂടി ഡെവലപ്മെന്റ് കൂടുതലായിട്ടുണ്ടാകും. ഇപ്പം ബ്രിട്ടീഷുകാർ വന്ന് അത്രയും ഒരു ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാക്കി വെച്ചതുകൊണ്ടാണ് ഈ ആ പ്രദേശത്ത് ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ കേരളത്തിൽ നിന്ന് 100 രൂപ ടാക്സ് കിട്ടുന്നുണ്ടെങ്കിൽ കേരളത്തിൽ 100 രൂപ ടാക്സ് നമ്മൾ കേന്ദ്രത്തിലേക്ക് കൊടുക്കുമ്പോഴത്തേനും 100 രൂപ തന്നെയല്ല നമുക്ക് തിരിച്ചു തരുന്നത്. അതിൽ കുറച്ച് വ്യത്യാസമാണ്. ഓരോ സംസ്ഥാനത്തിനും ഓരോ രീതിക്കാണ്. കാരണം നമ്മുടെ ടാക്സിൽ നിന്ന് കുറച്ച് പൈസ എടുത്താണ് ആ ഒന്നുമില്ലാത്ത സ്ഥലത്തേക്കൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇന്ത്യ എന്നൊരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഈ ഉള്ളിലേക്ക് കിടക്കുന്ന നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്കും ഡെവലപ്മെന്റും കാര്യങ്ങളിലേക്കൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് എത്തുന്നത്. ശരിക്കും പറഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 പേനയും കൂടെ നടുക്ക് വെക്കാനായിട്ടേ പറ്റത്തുള്ളൂ. ഇല്ലില്ല, ഞാൻ നടുക്ക് വെക്കുന്നൊന്നുമില്ല. നീ റെക്കോർഡ് ഓഫ് ചെയ്യണം. കള്ള തമ്പി.